ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട ഫ്രൈ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഇത് ഗ്രേറ്റ് ചെയ്ത ശേഷം വെള്ളത്തിൽ കഴുകി വെള്ളം മുറുക്കി കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു പച്ചമുളക്, ഒരു പകുതി ക്യാപ്സിക്കം, പകുതി തക്കാളി, ഒരു സവാളയുടെ പകുതി എടുത്ത് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ വേണം നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ക്യാപ്സിക്കം കയ്യിലില്ലെങ്കിൽ അതിട്ടില്ലേലും ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ 3 മുട്ട ഞാൻ ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോഴത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത മുട്ടയിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, പച്ചമുളക്, തക്കാളി, സവാള ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചിടുന്നതിന് പകരം ഇതിൻ്റെ എല്ലാം പകുതി വീതം ഇട്ടിട്ട് നമ്മൾ പാനിലോട്ട് ഒഴിച്ചിട്ട് ബാക്കി പകുതി അതിൻ്റെ മേളിൽ വിതറിയിട്ട് വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. അതും നല്ല ഇതാണ്. ഞാൻ ഇപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇടണം. തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചുട്ടെടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണോളം എണ്ണ മതി. ഈ എണ്ണ എല്ലായിടും ഒന്ന് ആക്കി കൊടുക്കാം. ഇത് നമുക്ക് പലപ്പോഴായിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാം, ഒരുമിച്ച് വേണമെങ്കിലും ചുട്ടെടുക്കാം. അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഞാനിതിപ്പം പലപ്പോഴായിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഇളക്കി മാറ്റാം. എല്ലാം ഒരു പാത്രത്തിലോട്ട് ആക്കിയൊക്കെയാണ്. ഞാൻ 3ആയിട്ടാണ് പൊരിച്ചെടുത്തിരിക്കുന്നത്. ഒന്നായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇളക്കി ഇടുമ്പോൾ അത് നല്ലതുപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. നല്ല ഹെൽത്തിയാണ്. നമ്മൾ വെറുതെ മുട്ട പൊരിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ്. കഴിച്ചാലും നമുക്ക് ഒരു വെറുപ്പും തോന്നില്ല, മടുപ്പും തോന്നില്ല. ആരോഗ്യത്തിനും നല്ലതാണ്. കയ്യിലുള്ള വെജിറ്റബിൾസ് അരിഞ്ഞിടാം. ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് അരിഞ്ഞിടാം. ഇല്ലാത്ത സാധനങ്ങൾ ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല. അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.